പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. സന്തോഷമായിരിക്കണം. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മറുപടി വൈകുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞങ്ങ് ഭാരപ്പെടുകയൊന്നും ചെയ്യരുത്. കഴിഞ്ഞ നാളുകളിൽ ചോദിച്ചിട്ട് പോലും ഇല്ലാത്ത വിഷയങ്ങൾ കർത്താവ് നമുക്കായി നടത്തി തന്നിട്ടില്ലേ? നാം പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണോ ഇന്നും ആരോഗ്യത്തോടെ നാം ആയിരിക്കുന്നത്, ശ്വസിക്കുന്നത്? ഇന്ന് എനിക്ക് ശ്വാസം തരണേ എന്നാരെങ്കിലും പ്രാർത്ഥിച്ചോ? ഇല്ലല്ലോ. എത്ര അതിശയകരമായിട്ടാണ് ഓരോ ദിവസവും നമ്മളെ നടത്തുന്നേ. പിന്നെ ചില വിഷയങ്ങളൊക്കെ കർത്താവ് മറുപടി തരാൻ വൈകും. അത് നമ്മെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാ. നാമും കർത്താവുമായിട്ടുള്ള ബന്ധം മാത്രമല്ല, ദൈവം പറയുന്നത് എന്തും നാം അനുസരിക്കുമോ എന്നും ദൈവത്തിന് അറിയണ്ടേ. അതുകൊണ്ട് ചില പരീക്ഷകളൊക്കെ ജീവിതത്തിൽ അനുവദിക്കുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് ചില മറുപടികൾ വൈകുമ്പോൾ ആകെ വാടിത്തളർന്നു പോകരുത്. ഇതുവരെ നടത്തിയ കർത്താവിനെ മറക്കരുത്, ചോദ്യം ചെയ്യരുത്, പിറുപിറുക്കരുത്. എല്ലാം നന്മയ്ക്കായിട്ടാണ്. മറുപടി വൈകുന്നത് നന്മയ്ക്കായിട്ടാണ്. ചോദിക്കുമ്പോൾ തന്നെ കർത്താവ് എല്ലാം അങ്ങ് ചെയ്തു തന്നാൽ അതിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കത്തില്ലല്ലോ. നമുക്കറിയാം, കാനാവിലെ കല്യാണത്തിന് അവിടെ വീഞ്ഞ് തീർന്നു പോയല്ലേ. എന്തൊരു ലജ്ജാവഹമായ ഒരു അനുഭവമാണ്. വലിയൊരു വിരുന്ന് ഭവനമാണ്. അവിടെ ക്ഷണിച്ച അതിഥികളൊക്കെ വന്നിരിക്കുക. അവർക്ക് വിളമ്പാൻ വീഞ്ഞില്ല. ആ വീട്ടുടയൻ എന്തുമാത്രം ഭാരപ്പെട്ട് കാണും, ആ കുടുംബം എന്തുമാത്രം വേദനിച്ച് കാണും. അപ്പോൾ കർത്താവ് പറയുന്നത് എന്തൊരു നിസ്സാരമാണ്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുക. ആ വിരുന്ന് ഭവനത്തിൻ്റെ കാര്യസ്ഥൻ ചിന്തിച്ചു കാണും, ഇത് എന്തൊരു നിസ്സാര കാര്യമാണ്. വീഞ്ഞില്ലെന്ന് പറഞ്ഞപ്പം കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ പറയുന്നു എന്ന് പറഞ്ഞ് അനുസരണക്കേട് കാണിക്കുകയോ, ഓ ഇതെന്ത് യേശു പറയുന്നത് എന്ന് ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. താൻ അങ്ങ് അനുസരിച്ചു. പറയുന്നത് വളരെ നിസ്സാരമായ കാര്യമാണ്. ആവശ്യം ഭയങ്കര വലുതാണ്. അവർക്കപ്പോൾ വീഞ്ഞാണ് വേണ്ടുന്നത്. പക്ഷേ യേശു പറഞ്ഞത് നിസ്സാരമായ കാര്യം, വെറും നിസ്സാരമായ കാര്യം. അത് അവരങ്ങ് അനുസരിച്ചു. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുന്നത് അങ്ങ് അനുസരിക്കാമോ? ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാം, നാം ചിന്തിച്ചേക്കാം, എത്ര നിസ്സാരമായിട്ടാണ് ദൈവം ഇടപെടുന്നത്. ഇത്രയും വലിയ വിഷയത്തിൻ്റെ മുഖത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ നിസ്സാരമായിട്ടാണോ ദൈവം ഇടപെടുന്നത് എന്നൊക്കെ ചിന്തിച്ചേക്കാം. അങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ ലൈഫിൽ പലവട്ടം ഉണ്ടായിട്ടുണ്ട്. വലിയ മല പോലുള്ള ചില വിഷയങ്ങളുടെയൊക്കെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവം ചെറിയ വചനങ്ങളിലൂടെയും നിസ്സാരമായും ഒക്കെ ഇടപെടുന്നത്. ചില എക്സാമ്പിൾസ് കാണിച്ചു തന്നും, ചില കഥകൾ പറഞ്ഞു തന്നും, ചില വചനങ്ങൾ ഓർമ്മിപ്പിച്ചു തന്നുമൊക്കെ ദൈവാത്മാവ് ഇടപെടും. പക്ഷേ ആ ഇടപെടിയിൽ എൻ്റെ മല പോലുള്ള വിഷയത്തിന് മറുപടി ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ ഇടപെടിയിൽ ഒന്ന് അംഗീകരിക്കുക, അവിടുന്ന് പറയുന്നത് ഒന്ന് അനുസരിക്കുക. അവിടെ യേശു പറഞ്ഞത് അനുസരിച്ചു. കൽപാത്രങ്ങളിൽ വെള്ളം നിറച്ചു. ആ പച്ചവെള്ളം അവർ നിറച്ചത്, പക്ഷേ അതെപ്പോഴാണ് വീഞ്ഞായി തീർന്നതെന്ന് അവിടെയുള്ള ആർക്കും അറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കർത്താവ് ഇടപെടുമ്പോൾ അതിൽ സന്തോഷിക്കുക, നന്ദിയുള്ള ഹൃദയത്തോടെ ആയിരിക്കുക, അതിനോട് പ്രതികരിക്കുക, അനുസരിക്കുക. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വിഷയത്തിൻ്റെ മറുപടി അപ്പോൾ സംഭവിക്കും. പെട്ടെന്ന്, ക്ഷണത്തിൽ, നിങ്ങൾ പോലും ചിന്തിക്കാത്ത നിമിഷത്തിൽ ദൈവാത്മാവ് നിങ്ങൾക്കായി പ്രവർത്തിക്കും. കർത്താവിൻ്റെ ഇടപെടലിനോട് പ്രതികരിക്കുക. അത് എപ്പോഴും ഭയങ്കര ദൈവശബ്ദം ഓഡിബിളായി കേൾക്കണം എന്നൊന്നുമില്ല. ചിലപ്പം ഒരു വചനത്തിലൂടെ ആയിരിക്കാം പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. അതങ്ങ് ഏറ്റെടുക്കുക, അതിനോട് പ്രതികരിക്കുക, നന്ദി പറ. അത് കേൾപ്പിച്ചത് ദൈവമാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ അത് ഏറ്റെടുക്കുക. ഇന്ന് അപ്രകാരം തകർന്നിരിക്കുന്ന ചിലരോടാ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് മറുപടി ഒന്നും കാണാതെ ഭാരപ്പെട്ടിരിക്കുക. ദൈവമേ എന്നോടൊന്ന് സംസാരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളോടാ ദൈവാത്മാവ് ഇപ്പോൾ ഇടപെടുന്നത്. ഈ ഇടപെടൽ വളരെ ചെറുതായി, നിസ്സാരമായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഇതിനകത്ത് നിങ്ങളുടെ മറുപടിയുണ്ട്. നിങ്ങൾ ക്ഷണത്തിൽ മറുപടി കാണും. പരിശുദ്ധാത്മാവ് എന്നോട്
വളരെ ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ചില വലിയ മറുപടികൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കായി വെളിപ്പെടും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ച വചനത്തിന് നന്ദി. അങ്ങ് ഞങ്ങളോട് പറയുന്നത് എന്തും അനുസരിക്കുവാൻ, അതിനോട് പ്രതികരിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ അങ്ങയുടെ കരം നീട്ടുന്നതിന് സ്തോത്രം. ഞാൻ എൻ്റെ പ്രിയരെ എല്ലാം അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. മഹത്വ അപ്പായ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, കർത്താവിനെ ഒത്തിരി സ്നേഹിക്കുക. അവിടുത്തെ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. പെട്ടെന്ന് നിങ്ങളുടെ വിഷയങ്ങൾക്ക് ചില മറുപടികൾ നിങ്ങൾ കാണും. നിങ്ങളുടെ സ്വന്തം കൈയാൽ അത് ഏറ്റെടുക്കും. ബ്ലെസ് യു.